മത്സരങ്ങൾ എന്തായാലും നാളെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് മത്സരം RCBയും കൊൽക്കത്തയും തമ്മിലാണല്ലോ. മഴ ഒരു വില്ലനാകാൻ ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. വെതർ റിപ്പോർട്ട് പ്രകാരം 85% മഴ പെയ്യാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. ടിം ഡേവിഡ് സ്വിമ്മിംഗ് പൂൾ പോലെ ഗ്രൗണ്ടിൽ കിടന്ന് നീന്തുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആ രസം എന്തായാലും മഴ ഒരു വില്ലനായിട്ട് മാറുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് കാണാൻ കഴിഞ്ഞേനെ. പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ഒരു മത്സരമാണ്. KKRനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് മത്സരമാണ്. നാളെ വിജയിച്ചേ മതിയാവത്തുള്ളൂ. RCBയെ സംബന്ധിച്ചിടത്തോളം അവർ ടോപ്പ് 2 ലക്ഷ്യമാക്കിയാണ് നാളെ ഇറങ്ങുന്നത്. എന്തായാലും രണ്ട് ടീമിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് മത്സരമാണ്. മഴ ഒരു വില്ലനാവാതിരുന്നാൽ മതിയായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ന്യൂസ്, അവരുടെ ബോർഡ് എന്തായാലും അവരുടെ പ്ലേയേഴ്സിനോടല്ല 25-26 ആകുമ്പോഴത്തേന് ഇംഗ്ലണ്ടിൽ എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. WTC നടക്കുകയാണല്ലോ ഫൈനല്. സോ അവരുടെ പ്ലേയേഴ്സിനോടെല്ലാം ഇംഗ്ലണ്ടിൽ എത്തിച്ചേരാനാണ് അറിയിച്ചിരിക്കുന്നത്. 3-ാം തീയതി അവർക്ക് സിംബാബ്വേക്കെതിരെ ഒരു മത്സരമുണ്ട്. എന്തിനാണ് ഈ തിടുക്കം പിടിച്ച് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ഒരു മത്സരമൊക്കെ വെക്കുന്നത്? ഒരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ വെച്ചാൽ പോരെ? സിംബാബ്വെ എന്ന് പറഞ്ഞാൽ എത്ര ബിസിയുള്ളൊരു ടീമാണോ? അത് അവർക്ക് ഒത്തിരി ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സിനോട് 75-26 IPL വിടാനാണ് അറിയിക്കുന്നത്. അവർക്കെല്ലാം പ്ലേ ഓഫ് എന്തായാലും നഷ്ടമാവുമെന്നാണ് പറയാനുള്ളത്. പിന്നെ കേൾക്കുന്ന വാർത്ത ജോഷ് ഹേസിൽവുഡ് വന്നോ വന്നില്ലയോ, വരുവോ, വന്നെന്നൊരു വാർത്ത കേൾക്കുന്നു, വന്നില്ലെന്നൊരു വാർത്ത കേൾക്കുന്നു. സത്യം പറഞ്ഞാൽ ജോഷ് ഹേസിൽവുഡ് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത ആദ്യത്തെ 3 മത്സരങ്ങൾ ജോഷ് ഹേസിൽവുഡിന് നഷ്ടപ്പെട്ടേക്കാം. പുള്ളി എന്തായാലും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന്റെ NOCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും RCB ടീമിനൊപ്പം ചേരും. പുള്ളിക്ക് എന്തായാലും പ്ലേ ഓഫ് കളിക്കാൻ കഴിയുമെന്നാണ് കേൾക്കുന്ന വാർത്ത. RCBയെ സംബന്ധിച്ചിടത്തോളം, RCB ഫാനിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ന്യൂസ് തന്നെയാണ് ജോഷ് ഹേസിൽവുഡ് കളിക്കുന്ന കാര്യം. സോ നമ്മളും അത് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ജോഷ് ഹേസിൽവുഡ് ടീമിനൊപ്പം ചേർന്നേക്കാം. ആദ്യത്തെ 1-2 മത്സരങ്ങൾ അല്ലെങ്കിൽ 3 മത്സരങ്ങൾ പറയുന്ന പോലെ നഷ്ടപ്പെട്ടാലും പ്ലേ ഓഫ് കളിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഭുവനേശ്വർ കുമാർ, യശ് ദയാൽ, ലുങ്കി നിങ്കിടിയൊക്കെ അവിടെ ഉണ്ടല്ലോ. 2 മത്സരങ്ങളൊക്കെ ജയിക്കാൻ അല്ലെങ്കിൽ വരുന്ന ഒരു മത്സരം ജയിച്ച് പ്ലേ ഓഫ് ഒക്കെ കൺഫേം ആക്കാൻ ഈ പ്ലേയേഴ്സൊക്കെ ധാരാളം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ടിം ഡേവിഡ് ടീമിനൊപ്പം ചേർന്നു. റൊമാരി ഷെപ്പേർഡ് അവിടെ ഉണ്ടല്ലോ. റൊമാരി ഷെപ്പേർഡിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഒറ്റ കളി കൊണ്ട് ഖാലിദിന്റെയും പത്തിറേനയുടെയൊക്കെ അടപ്പിളക്കിയവനാണ്. പുള്ളിയുടെ കളി നമുക്ക് മറക്കാൻ പറ്റത്തില്ല. 6-4 എന്നായിരുന്നു ഒരു പിടിയില്ല. 2 ഓവറിൽ ഏകദേശം 54 റൺസോളാണ് പുള്ളി എടുത്തത്. എന്തായാലും സൂപ്പർ. എന്തായാലും പുള്ളി എന്തായാലും ടീമിനൊപ്പം കാണുമെന്ന് തന്നെയാണ് അറിയുന്നത് അവസാനം വരെ. അത് വെസ്റ്റ് ഇൻഡീസ് എന്തായാലും അവരുടെ ക്രിക്കറ്റ് കളിക്കാരുടെ താല്പര്യത്തിന് പ്രകാരം വിട്ടേക്കുവാണ്. വെസ്റ്റ് ഇൻഡീസ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ നിൽക്കാം, റുദർഫോർഡിനാണെങ്കിൽ നിൽക്കാം, റൊമാരി ഷെപ്പേർഡിനും നിർബന്ധമില്ല. അവർക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, വരണമെങ്കിൽ മടങ്ങി വരാമെന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുന്നത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ പറ്റിയാണ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത് കളിക്കേണ്ടവർക്ക് IPL കളിക്കാം, അല്ലാത്തവർക്ക് ടീമിലേക്ക് ഒപ്പം ചേരണമെന്നാണ്. പക്ഷേ എല്ലാ പ്ലേയേഴ്സും തീരുമാനിച്ചിരിക്കുന്നത് അവർ ടീമിനൊപ്പം ചേരും. അവർ ടീമിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കൺട്രിക്ക് വേണ്ടി കളിക്കാൻ പോവുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയാണെന്ന് കേൾക്കാൻ കഴിഞ്ഞ വാർത്ത. അതായത് ബട്ട്ലർ, ജേക്കബ് ബദേൽ, വിൽ ജാക്ക് എന്തായാലും ഇവർ ടീമിനൊപ്പം ചേരാൻ തീരുമാനിച്ചു. ഇവർക്കും എന്തായാലും പ്ലേ ഓഫ് എന്തായാലും നഷ്ടപ്പെടും. ജോസേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിന് ഏറ്റവും വലിയൊരു അടിയാണ്. ജേക്കബ് ബദേലിന്റെ കറന്റ് ഫോം വെച്ച് RCBക്ക് അതൊരു ചെറിയൊരു നഷ്ടം തന്നെയാണ്. ജേക്കബ് ബദേൽ പോകുന്നത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിൽസാൾട്ട് എന്തായാലും തിരിച്ചു വന്നു. ഇഞ്ചുറി ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കും കളിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ വിൽ ജാക്ക് ഒരു മിഡിൽ ഓർഡറിൽ ഒരു സ്ട്രോങ് ഒരു ബാറ്റർ ആയിരുന്നു. മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈക്കും അതൊരു നഷ്ടം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോസേട്ടന് പകരം കുശാൽ മെൻഡിസിനെ ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. ശ്രീലങ്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കുശാൽ മെൻഡിസിനെ എന്തായാലും ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. കുശാൽ മെൻഡിസിനെയും ജോസ് ബട്ട്ലറെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നാലും കുശാൽ മെൻഡിസിനെ ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. എന്നാലും ഗുജറാത്ത് ആവറേജ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ കുശാൽ മെൻഡിസിന്റെ 25.60 ഇതിന്റെ സ്ട്രൈക്ക് 131 സ്ട്രൈക്ക് റേറ്റ് ആണുള്ളത്. ജോസേട്ടന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ 11 കളി കളിച്ച് ജോസേട്ടൻ 446 റൺസ് എടുത്തത്. ആവറേജ് നോക്കുവാണെങ്കിൽ 74, സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ 163, ഹാഫ് സെഞ്ചുറി വന്ന് 4, ഒരു കളിയിൽ 97 റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. ആ കളി ജയിപ്പിച്ചു. ജോസേട്ടൻ ഗുജറാത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു. ജോസേട്ടന്റെ പോക്ക് എന്തായാലും അവർക്കൊരു നഷ്ടം തന്നെയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബദേലിന് വരെ എന്തായാലും പിൽസാൾട്ട് ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. അത് RCBക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. വിൽജാക്കിന്റെ അവിടെ കേൾക്കുന്നത് മുംബൈ അങ്ങനെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. വിൽജാക്കിന്റെ റിക്കൾട്ടിന്റെ പകരക്കാരനായിട്ട് അവര് ജോണി ബെസ്റ്റോയെ, ഇംഗ്ലണ്ടിന്റെ പ്ലെയറിനെയാണ് അവർ ടീമിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഔദ്യോഗികമായിട്ട് കൺഫേം ആയിട്ടില്ല എങ്കിലും ഈ ദിവസങ്ങളിൽ ജോണി ബെസ്റ്റോ മുംബൈ ടീമിനൊപ്പം ചേരുമെന്നാണ് വിചാരിക്കുന്നത്. കറന്റ് ഫോമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ജോണി ബെസ്റ്റോയുടെ അത്ര വലിയൊരു ഫോം അല്ല. എന്നാലും IPL വന്ന് തീയൊക്കെ ഇട്ടിട്ട് പോയൊരു പ്ലെയർ ആണ്. എന്തുകൊണ്ടും ഒരു നല്ലൊരു റിപ്ലേസ്മെന്റ് തന്നെ ആയിരിക്കും.
ജോണി ബെസ്റ്റോ വരുവാണെങ്കിൽ അത് കൺഫേം ആകുകയാണെങ്കിൽ അങ്ങനെ ഒരു വാർത്ത നടക്കുന്നുണ്ട്. ESPN ഒക്കെ അത് കൺഫേം ചെയ്യുന്നുമുണ്ട് ജോണി ബെസ്റ്റോ ആയിട്ടുള്ള. പിന്നെ എന്തായാലും 2 ടെമ്പററി റിപ്ലേസ്മെന്റും കൂടെ ടീമുകൾ അവരുടെ ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. ലോഗി ഫെർഗൂസന്റെ റിപ്ലേസ്മെന്റ് ആയിട്ടാണ് കേരി ജെയിംസിനെ അവർ ടീമിനൊപ്പം ചേർത്തത്. പഞ്ചാബിന്റെ പ്ലെയറാണ്. പിന്നെ ഉള്ളത് വില്യം റോക്ക്, മയങ്ക് യാദവിന്റെ റിപ്ലേസ്മെന്റ് ആണ്. LSG ആണ് പുള്ളിയെ ടീമിനൊപ്പം ചേർത്തത്. 3 കോടി രൂപ കൊടുത്തെന്തായാലും വില്യം റോക്കിനെ അവര് ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട് മയങ്ക് യാദവിന്റെ റിപ്ലേസ്മെന്റ് ആയിട്ട്. മയങ്ക് യാദവിന്റെ കാര്യം എന്തുവാന്ന് ഒരു പിടിയില്ല. ആകപ്പാടെ പകുതി മത്സരം നഷ്ടപ്പെട്ടായിരുന്നു. അവസാനം 2 കളി കളിച്ചു, പിന്നെ നാണ്ട നോക്കുമ്പോൾ ഇഞ്ചറി, ടീമിൽ നിന്ന് തന്നെ പുറത്താവുന്ന ഒരു സാഹചര്യം. ഈ പുള്ളി ഞാൻ വലിയ പ്രതീക്ഷയായിരുന്നു, ഇന്ത്യയുടെ വലിയ പ്ലെയറൊക്കെ ആവും, ഇന്ത്യയുടെ വലിയ ബോളറൊക്കെ ആവും എന്ന് വിചാരിച്ചതാണ്. പലരും പറയുന്നുണ്ട് ഈ പുള്ളിയെ ടെസ്റ്റൊക്കെ കളിപ്പിക്കണമെന്ന്. 4 ഓവറേ പുള്ളിക്ക് അറിയാൻ വയ്യ, പിന്നെ എങ്ങനെയാണേ പുള്ളി ടെസ്റ്റൊക്കെ കളിക്കുന്നത്? എന്നാൽ ഇത്രയും വലിയൊരു ഇനി അവസ്ഥയാണല്ലോ മയങ്ക് യാദവിന്റെ. പിന്നെ രജിത് പട്ടിദാർ കളിക്കുമോ അതോ ജിതേഷ് ശർമ്മ ആയിരിക്കുമോ നാളെ ക്യാപ്റ്റൻ? പ്രാക്ടീസ് മത്സരം വെച്ച് നോക്കുവാണെങ്കിൽ രജിത് പട്ടിദാർ ഇന്നലെ പ്രാക്ടീസ് മത്സരം കളിക്കാൻ വന്നു. കയ്യിൽ കെട്ടൊക്കെ ഉണ്ടായിരുന്നു, കൈക്കായിരുന്നല്ലോ ഇഞ്ചുറി. ആദ്യത്തെ 2-3 ബോൾ പ്രാക്ടീസ് ചെയ്തു, തട്ടി മുട്ടിയൊക്കെ നോക്കി കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഒരു നല്ലപോലെ കളിക്കുന്ന കണ്ടപ്പോൾ എന്തായാലും ബാൻഡേജ് ഒക്കെ കയ്യിൽ നിന്ന് ഊരി കളഞ്ഞു. പിന്നെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നെറ്റിൽ പ്രാക്ടീസ് ചെയ്തു. ഇന്നലത്തെ നോക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് പുള്ളിയുടെ നെറ്റിലെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ. നാളെ പുള്ളി ഒരു ഫുൾ ടൈം ക്യാപ്റ്റനായിട്ട് ഒരു പ്ലെയറായിട്ട് നല്ല കളിക്കാനാണ് ചാൻസ് കാണുന്നത്. എന്തായാലും രജിത് പട്ടിദാറിന്റെ വാർത്ത നോക്കുവാണെങ്കിൽ അതൊരു പോസിറ്റീവ് തന്നെയാണ്. നാളത്തെ KKR മത്സരത്തിൽ എന്തായാലും രജിത് പട്ടിദാർ കളിക്കാനുള്ള എല്ലാ ചാൻസും കാണും.